मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അമ്മച്ചി ചവറിടുമ്പോൾ നോക്കിയിട്ടൂടെ നിങ്ങൾക്ക്? എന്റെ ഡ്രസ് മുഴുവൻ അഴുക്കായത് കണ്ടില്ലേ? സോറി സർ. എന്തോന്ന് സോറി? ഇനി എന്റെ ഷോയാണ്, ഞാൻ എങ്ങനെയാ പോകുക? ഒരു കാര്യം ചെയ്യേ, ആ ഡ്രസ്സിങ് തരൂ, ഞാൻ കഴുകി തന്നേക്കാം. നീ എന്താടാ കളിയാക്കുവാണോ? ഞാൻ ആരാണെന്ന് അറിയാമോ? മാന്ത്രികരുടെ രാജാവെന്നാണ് എന്നെ വിളിക്കുന്നത്. സാറേ, അറിയാതൊരു തെറ്റ് സംഭവിച്ചു പോയതാ, ചുമ്മാ പ്രശ്നം ഉണ്ടാക്കല്ലേ. അത് ശരി തന്നെയാ, സോറി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി എന്താ കാലിൽ വീണ് മാപ്പ് വല്ലതും ചോദിക്കണോ? എന്നോട് അഹങ്കാരം പറയുന്നു. നിന്നെ പോലുള്ള തത്തകളെ ഞാൻ എന്റെ തൊപ്പിക്കകത്ത് നിന്നും എടുക്കും. കള്ള മാന്ത്രികനാ, തൊപ്പിക്കകത്ത് നിന്ന് ഈരും പേനും മാത്രമേ എടുക്കാൻ പറ്റൂ. എന്നെ കളിയാക്കുകയാണോ? എനിക്ക് ദേഷ്യം വന്നാൽ നിന്നെ ഞാൻ കഴുതയാക്കി മാറ്റും. ഞാൻ ഇപ്പൊ തന്നെ കഴുതയാ അല്ലേ കൊച്ചളിയാ? നോക്ക്, നിന്റെ ഈ അഭിനയത്തിലൊന്നും ഞങ്ങൾ പേടിക്കില്ല. ഞങ്ങൾക്കറിയാം നീ നാട്ടുകാരെ പറ്റിക്കുന്ന ആളാന്ന്. ആഹാ, എങ്കിൽ എന്റെ ശക്തി നീ കണ്ടോ? അക്കാ പക്കാ ഡബ്ബാ ജബ്ബാ പക്കാ. അതിന്റെ മുകളിൽ ചിരട്ട. ഇവനിൽ നിന്നും പൂച്ചയുടെ രൂപം അകറ്റി കോഴിയാക്കി മാറ്റാ. അതെ, അറിയാതെ സംഭവിച്ച ഒരു കാര്യത്തിന് വേണ്ടി ഇവന്റെ രൂപം എങ്ങനെ മാറ്റി കോഴിയാക്കരുത്. വേണമെങ്കിൽ ഒരു പ്രാവാക്കി മാറ്റിക്കോ. കഴുതേ, അവൻ വീണ്ടും പൂച്ചയാക്കാൻ വേണ്ടി യാചിക്കുവാണ്, മനസ്സിലായോ? ഒന്നും നടക്കില്ല. ഇനി അവൻ ജീവിതകാലം മുഴുവൻ കോഴിയായി തന്നെ ഇരിക്കണം. മറ്റുള്ളവരെ കളിയാക്കിയാലുള്ള അവസ്ഥ ഇതായിരിക്കും. മാഡം, ഇത് പൂവനാ. ഓ, എന്തോ ആയിക്കോട്ടെ, ഇതിനാദ്യം വീട്ടിൽ നിന്ന് വെളിയിലാക്ക്. മേഡം, കുറച്ചു നടങ്ങ്. ഇത് നമ്മുടെ ബന്നി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പ്രശ്നമായെന്ന് എനിക്ക് തോന്നുന്നേ. പിന്നെ ഈ കോഴിക്ക് എങ്ങനെ ബണ്ണിയാവാൻ കഴിയും? അത് ശരി, ബണ്ണി എവിടെ പോയി അത് പറ. മേഡം, ഇത് ബണ്ണി തന്നെയാ. ഇനി ഇവ മുട്ടയിടും, മുട്ടക്കാശ് ലാഭം. സ്റ്റുപ്പിഡ്, പൂവൻ കോഴിക്ക് മുട്ടയിടാൻ കഴിയില്ല. ഒരു പക്ഷേ ഇവൻ മുട്ടയിട്ടെന്ന് വരാം. ഇപ്പൊ ഇവൻ പൂച്ചക്കോഴിയല്ലേ, അതുകൊണ്ട് ഇവനത് സാധിക്കും. ഇത് നമ്മുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആരും ഈ വീട്ടിൽ താമസിക്കേണ്ടി വരില്ല. ഇതിനാദ്യം പുറത്താക്ക്. പിടിക്ക്, ബന്നിയെ പിടിക്ക്. അവൻ പറന്നു പോകുന്നതിന് മുമ്പ് പിടിക്കാം. എടാ പിടിക്ക്, വേഗം പിടിക്ക്. പറക്കാൻ കഴിഞ്ഞതിൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോഴെന്നെ പഞ്ഞു കിട്ടാന്. ഇനി എന്തിനാ നിൽക്കുന്നേ? പെട്ടെന്ന് പോവാം. എടേ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കാൻ കിടക്കണോ? വരിനടാ, ബന്നി എവിടെ പോയി കിടക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല.
നിങ്ങൾ ഇവിടെ നോയിക്കൊണ്ട് നിന്നോ. ഈ കോഴി പിള്ളേർക്ക് വെച്ച ആഹാരം മുഴുവനും തിന്നു തീർത്തു. ബക് 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 ബക്. എന്റെ സ്ഥലത്ത് വന്ന് എന്റെ മക്കളുടെ ആഹാരം നീ കട്ട് കഴിച്ചു അല്ലേ? ഇവനെ വിടരുത്. അടിക്ക്. എടേ, എല്ലാവരും കൂടെ ചേർന്ന് ബന്നിയെ പഞ്ഞിക്കിടുകയാണ്. അവനെ രക്ഷപ്പെടുത്തിയ മതിയോ? ഇങ്ങനെ പോയ ഇവൻ കാരണം നമ്മുടെ പണിയും തീരും. നമുക്ക് ആ മാന്ത്രികനെ എങ്ങനെയും പിടിച്ച് ഈ ബന്നിയെ എങ്ങനെയും പൂച്ചയാക്കി മാറ്റണം. മനസ്സിലായോടെ? കൂട്ടുകാരെ, ഇപ്പോൾ ഞാൻ തൊപ്പിയുടെ അകത്തു നിന്നും പ്രാവിനെ എടുക്കാൻ പോവുകയാണ്. കണ്ടുകൊള്ളൂ. ഈ പ്രാവിനെന്താ ഒരു പച്ച കളർ? നീ ഇവിടെ എന്തെടുക്കുകയാണ്? ക്ഷമിക്കണം, വല്ലാത്ത പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുക. ബണ്ണിയെ പെട്ടെന്ന് പഴയ അവസ്ഥയിൽ മാറ്റിത്തരണം പ്ലീസ്. ഇല്ല, അവൻ എന്നെ ഒരുപാട് കളിയാക്കി. ഞങ്ങൾ സോറി പറയുമല്ലേ? പ്ലീസ്, നിങ്ങളുടെ ശക്തി കൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല. എന്നെ അപമാനിക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും മാപ്പ് നൽകുകയില്ല. എന്റെ മാജിക് സ്റ്റിക്ക് കൊണ്ട് ഞാനാണ് അവനെ കോഴിയാക്കി മാറ്റിയത്. ഈ മാജിക് സ്റ്റിക്ക് കൊണ്ട് തന്നെ പഴയ പോലെ അവനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ഞാൻ ചെയ്യുകയില്ല. സൂക്ഷിച്ച് സൂക്ഷിച്ച്. താങ്ക് യു. ബണ്ണിയുടെ പ്രശ്നത്തെ ഞങ്ങൾ മാജിക് സ്റ്റിക്ക് വെച്ച് തീർത്തോളാം. ബന്നിയെ എത്രയും പെട്ടെന്ന് പൂച്ചയാക്കി മാറ്റണം. ആ മന്ത്രം എന്താണ്? എനിക്ക് ഓർമ്മയുണ്ട്. അക്ക പക്ക ഡക്ക ചക്ക വരിക്ക ചക്ക. അതിന്റെ മുകളിൽ മാമ്പഴം. കോഴിയിൽ നിന്ന് ബണ്ണിയെ സിംഹമാക്കി മാറ്റേ. എടേ, നീ എന്തായി കാണിച്ചത്? ബണ്ണിയെ സിംഹമാക്കി മാറ്റി. ഇനി അവനെ രക്ഷിക്കാൻ അവന് തന്നെ കഴിയും. കഴുതേ, പക്ഷെ അവനിൽ നിന്നും നമ്മളെ ആര് രക്ഷിച്ചെടുക്കടേ? ഇതൊട്ടും ഞാൻ ആലോചിച്ചില്ല. വീണ്ടും ആ മന്ത്രം പറയടാ. അക്ക പക്ക ഡക്ക ചക്ക വരിക്ക ചക്ക. അതിന്റെ മുകളിൽ മാമ്പഴം. സിംഹത്തിന്റെ രൂപം മാറ്റി അവനെ വീണ്ടും പൂച്ചയാക്കണം. എന്താ കരുതിയത്? എന്റെ മാന്ത്രിക വടി എടുത്തോണ്ട് പോകാമെന്നാണോ? മര്യാദക്ക് തിരിച്ചു തരൂ. എടുത്തോ, ഞങ്ങളുടെ ജോലി തീർന്നു. വേണ്ട, ഇയാൾക്ക് സ്റ്റിക്ക് വീണ്ടും കൊടുത്താ ഇയാൾ വേറെ ആരെയെങ്കിലും കോഴി പൂച്ചയാക്കി വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വേണ്ട. എന്റെ അമ്മച്ചി, എടാ,
നിങ്ങൾ എന്തായി ചെയ്തത്? ഇതിന് ഞാൻ തീർച്ചയായിട്ടും പകരം ചോദിക്കും. അപ്പോ അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവോ? ഞാൻ അറിയാതെ നിങ്ങളെ കളിയാക്കിയതിന് സോറി പറഞ്ഞു കഴിഞ്ഞു. മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ. ഞാൻ നിങ്ങളെ വിടില്ല, തിരിച്ചു വരും. അപ്പൊ ഒരു കാര്യം ഓർമ്മിച്ചോ, നിങ്ങളുടെ ഈ മാന്ത്രിക ജോലിയൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇനി എങ്ങാനും ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ വന്നാൽ നിന്റെ സ്റ്റിക്കിനെ പോലെ നിന്നെ അവർ ഒടിച്ചു കളയും, മനസ്സിലായോ? നല്ല കാര്യം തന്നെയാ. നേരെ ഇപ്പൊ സന്ധ്യയായി. ഇത്രയും സമയം കാല് തറയിൽ വെക്കാൻ സമയമില്ലാതായി. ബണ്ണി കൊക്കോ ഒന്ന് ഒരിക്കലൊന്ന് പറഞ്ഞേ. എന്തിന്? ഞാൻ എന്താടാ കോഴിയോ? Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.